നമസ്കാരം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. PSC ഉദ്യോഗാർത്ഥികൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുന്നു വിചാരിക്കുന്നു. PSC ചോദ്യപേപ്പറുകൾ എളുപ്പമാക്കാനോ അല്ലെങ്കിൽ തസ്തികകൾക്കുള്ള വാക്കൻസി കൂട്ടാനോ ഒന്നുമല്ല. അവർ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് മേടിച്ച് പാസ്സായ എക്സാമിൻ്റെ നിയമന കാലാവധി കഴിയാറായി. എന്നിട്ടും അവർക്ക് നിയമനം കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് അവർ സമരം ചെയ്യുന്നത്. അവർക്ക് അർഹിക്കുന്ന ജോലിക്ക് വേണ്ടിയിട്ടുള്ള സമരമാണ്. ഒരിക്കലെങ്കിലും PSC എഴുതിയവർക്ക് മനസ്സിലായി കാണും, അത്ര എളുപ്പമൊന്നുമല്ല ഈ എക്സാം. തലേദിവസം പഠിച്ച് പിറ്റേ ദിവസം എഴുതാൻ പറ്റുന്ന എക്സാമൊന്നുമല്ല. മാറി മാറി വരുന്ന സർക്കാരോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ ആക്ടിവിസ്റ്റുകളോ ഇതൊന്നും ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഒരു ലൈം ലൈറ്റ് കിട്ടുന്ന ഒരു ഇവൻ്റായിട്ട് അവർക്ക് തോന്നിക്കാണില്ല. കാരണം അടിക്കടി ഈ സംഭവം നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ CPO റാങ്ക് ലിസ്റ്റിലുള്ളവർ ഇതുപോലൊരു സമരം നടത്തിയതായിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പും PSC ഉദ്യോഗാർത്ഥികൾ സമരം നടത്തിയിട്ടുണ്ട്. ഇതൊരു തുടർക്കഥയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു സാധാരണ സംഭവം പോലെ മാറിക്കഴിഞ്ഞു. പ്രഖ്യാപിച്ച വാക്കൻസികൾക്ക് പോലും 1 റാങ്ക് കിട്ടിയവർക്ക് വരെ ജോലി കിട്ടിയിട്ടുള്ളതാണ്. ടോപ്പ് റാങ്കുകളിലുള്ളവർക്ക് പോലും ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഇവരൊരു പ്രസരത്തിന് വേണ്ടി ഇങ്ങനെ ഒരു എക്സാം നടത്തുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ മാക്സിമം എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ത്രൂ സോഷ്യൽ മീഡിയ ആണെങ്കിലും പല ക്യാമ്പയിനുകൾ, ഇപ്പോൾ ഡൽഹി പ്രൊട്ടസ്റ്റിലൊക്കെ നമ്മൾ കണ്ടു. പല ഡിഫറെൻ്റായിട്ട് നമ്മളെ പറ്റുന്ന രീതിയിലുള്ള സഹായങ്ങൾ നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ 2 പ്രൊട്ടസ്റ്റിനെ ഞാൻ കമ്പയർ ചെയ്യുന്നതല്ല. പക്ഷേ രാഷ്ട്രീയക്കാർക്കായാലും ഇൻഫ്ലുവൻസേഴ്സിനായാലും ഈ ആക്ടിവിസ്റ്റുകൾക്കായാലും ഡൽഹി വരെ പോകേണ്ട ദൂരമൊന്നുമില്ല. നമുക്ക് തിരുവനന്തപുരത്ത് എത്തിയാൽ മതി, അത്രയും ദൂരമുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ നേരിട്ട് തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കഴിയുന്ന രീതിയിലൊക്കെ ത്രൂ എനി മീഡിയം, സോഷ്യൽ മീഡിയ ആയാലും നിങ്ങൾ ആളുകളിലൂടെ ആയാലും പരമാവധി ഇൻഫ്ലുവൻസ് ചെയ്ത് ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇവർ അർഹിക്കുന്ന ജോലിയാണ്. ഇപ്പോൾ LP സ്കൂൾ ടീച്ചേഴ്സിൻ്റെ എക്സാം പാസ്സായവരാണ്. അവരുടെ നിയമന കാലാവധി ഏകദേശം കഴിയാറായി. അപ്പോൾ അവരർഹിക്കുന്ന ജോലി അവർക്ക് നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ നമുക്കും പോരാടാം. ജയ് ഹിന്ദ്.